ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാത്ത കിത്തൂർ റാണി ചെന്നമ്മ. കർണാടകയുടെയും ഒഡീഷയുടെയും ചില ഭാഗങ്ങൾ തുടങ്ങിയവ ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു കാകതീയ രാജവംശം. കാളിദേവിയുടെ മറ്റൊരു പേരായ കാകതിയിൽ നിന്നാണ് ഇത് വന്നതെന്നും അതല്ല കാകതി എന്ന പ്രദേശത്തിന്റെ പേരിൽ നിന്നാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. കാകതിയിൽ ജനിച്ച വീരവനിതയാണ് ചെന്നമ്മ. 1778 ഒക്ടോബർ 23 റാണി ചെന്നമ്മ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു യുദ്ധം ജയിക്കാനുള്ള പോരാട്ടത്തിനിറങ്ങാൻ വേണ്ടതെല്ലാം പരിശീലിച്ചിരുന്നു റാണി ചെന്നമ്മ. അവർ കുതിരസവാരിയും ആയോധന കലകളുമെല്ലാം ചെറുപ്പത്തിൽ തന്നെ പരിശീലിച്ചു. 15ാമത്തെ വയസ്സിലായിരുന്നു കിത്തൂറിലെ രാജാവായിരുന്ന മല്ലസർജ ദേശായിയുമായി റാണി ചെന്നമ്മയുടെ വിവാഹം. അവർക്കൊരു മകനും ജനിച്ചു. 1816 മല്ലസർജ അന്തരിച്ചു. 1824 അവരുടെ ഒരേയൊരു മകനും. ഭരണമേൽപ്പിക്കാനായി പിന്നീട് ശിവലിംഗപ്പ എന്നൊരു കുട്ടിയെ റാണി ദത്തെടുത്തു. പക്ഷേ ബ്രിട്ടീഷുകാർ അത് അംഗീകരിച്ചില്ല. തങ്ങളുടെ പുതിയ നിയമപ്രകാരം കിത്തൂർ ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൊണ്ടുവരികയാണെന്ന് അവർ ചെന്നമ്മയെ അറിയിച്ചു. എന്നാൽ ചെന്നമ്മ അന്നത്തെ ബോംബെ ഗവർണറായിരുന്ന മൗണ്ട് സ്റ്റുവർട്ട് എൽവിൻസണിന് നിവേദനം സമർപ്പിക്കുകയും തന്റെ ദത്തുപുത്രനായ ശിവലിംഗപ്പയെ കിത്തൂരിന്റെ ഭരണാധികാരിയായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം ആവശ്യം നിരസിച്ചു. അങ്ങനെയാണ് റാണി ചെന്നമ്മ ബ്രിട്ടീഷ് സേനയുമായി പോരാടാൻ തീരുമാനിക്കുന്നത്. ബ്രിട്ടീഷ് സേനയും വെറുതെ ഇരുന്നില്ല. യുദ്ധം പ്രഖ്യാപിച്ച ഉടനെ തന്നെ 1824 ഒക്ടോബർ 21 ബ്രിട്ടീഷ് സേന കിത്തൂർ ആക്രമിച്ചു. 20,000 ആളുകളും 400 തോക്കുകളുമായിട്ടായിരുന്നു ബ്രിട്ടീഷ് പട കിത്തൂർ പിടിച്ചടക്കാൻ ചെന്നത്. വിലപിടിപ്പുള്ള വജ്രവും രത്നങ്ങളുമെല്ലാം അവർ അന്ന് കൊള്ളയടിച്ചു. അത് കിത്തൂർ റാണിയെ സാമ്പത്തികമായി തകർത്തു കളഞ്ഞു. പക്ഷേ എന്നിട്ടും യുദ്ധത്തിന്റെ 1ാം ഘട്ടം വിജയം ചെന്നമ്മയുടെ ഭാഗത്ത് തന്നെയായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിന് നഷ്ടങ്ങളേറെയുണ്ടായി. 2 ഓഫീസർമാർ സർ വാൾട്ട് ഏലിയറ്റ്, മിസ്റ്റർ സ്റ്റീവൻസൺ എന്നിവരെ കിത്തൂർ സേന ബന്ദികളാക്കി. അവരെ മോചിപ്പിക്കാൻ 2 നിബന്ധനകൾ ചെന്നമ്മ മുന്നോട്ട് വച്ചു. 1, യുദ്ധത്തിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യം പിന്മാറണം. 2, ശിവലിംഗപ്പയെ ഭരിക്കാൻ അനുവദിക്കണം. കമ്മീഷണറായ ചാപ്ലിൻ ചെന്നമ്മയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നിർബന്ധിതനായി. അങ്ങനെ യുദ്ധത്തിൽ ആദ്യ ജയം നേടി ചരിത്രം തിരുത്തിക്കുറിച്ചു ചെന്നമ്മ. അങ്ങനെ ബന്ദികളാക്കിയ ഓഫീസർമാർ മോചിപ്പിക്കപ്പെട്ടു. പക്ഷേ ബ്രിട്ടീഷ് സേന അവരെ ചതിച്ചു. അവർ ഒരു 2ാം വട്ട യുദ്ധത്തിന് പുറപ്പെട്ടു. കർണാടകയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയോട് തോറ്റതിന്റെ അപമാനം അവർക്ക് സഹിക്കാനായില്ല. മൈസൂരിൽ നിന്നും ഷോലാപൂരിൽ നിന്നും അവർ സൈന്യത്തിൽ കയറി. മാത്രവുമല്ല, ചെന്നമ്മയുടെ സൈന്യത്തിലെ 2 പേരെയും അവർ അവരുടെ ഭാഗത്താക്കി. ചെന്നമ്മയെ ചതിയിലൂടെ കീഴ്പ്പെടുത്തുക തന്നെയായിരുന്നു ലക്ഷ്യം. അങ്ങനെ അവസാനം ചെന്നമ്മ ബെയ്ഹങ്കൽ കോട്ടയിൽ തടവിലാക്കപ്പെട്ടു. എന്നാൽ ചെന്നമ്മ തടവിലാക്കപ്പെട്ടുവെങ്കിലും 1829 വരെ സംഗോളി രായണ്ണ എന്നൊരു സൈന്യാധിപൻ ചെന്നമ്മയ്ക്കു വേണ്ടി പോരാട്ടം തുടർന്നിരുന്നു. പക്ഷേ രായണ്ണയും പിടിയിലായി. അദ്ദേഹത്തെ ബ്രിട്ടീഷ് സേന തൂക്കിലേറ്റി. ചെന്നമ്മയുടെ ദത്തുപുത്രനെയും ബ്രിട്ടീഷ് സേന തടവിലാക്കി. ബെയ്ഹോങ്കൽ താലൂക്കിൽ തന്നെയാണ് ചെന്നമ്മയെ സംസ്കരിച്ചത്. ഇന്ന് ആ സ്ഥലം സർക്കാർ ഒരു പാർക്കായി മാറ്റിയിരിക്കുകയാണ്. ചെന്നമ്മ നയിച്ച വിജയത്തിലെത്തിച്ച ആദ്യഘട്ട യുദ്ധത്തിന്റെ സ്മരണ ഇന്നും കിത്തൂർ ഉത്സവത്തിൽ സ്മരിക്കപ്പെടാറുണ്ട്. ഒക്ടോബർ 22 മുതൽ 24 വരെയാണ് കിത്തൂർ ഉത്സവം. 2007 സെപ്റ്റംബർ 11 അന്നത്തെ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ ദില്ലിയിൽ റാണി ചെന്നമ്മയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഇന്നും ഇന്ത്യക്കാർക്ക് റാണി ചെന്നമ്മ ധൈര്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലായ്മയുടെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും പ്രതീകം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.